എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറയാം, ഒന്ന് വായിക്കാവോ? ജനസിസ് ഉൽപ്പത്തി പുസ്തകം 26:12-13, മത്തായി സുവിശേഷം 10:30. ഒന്ന് വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ജനസിസ് 26 ഉൽപ്പത്തി 26:12-13. ആ ആ ആ ആമേൻ. മർക്കോസ് 10:30 കൂടെ വായിച്ചാട്ടെ. മർക്കോസ് 10:30. ആ ആ ആ 100 മടങ്ങ് ആ സഹോദരന്മാരെയും ആ അമ്മമാരെയും മക്കളെയും ആ ആ ആമേൻ എന്ന് പറഞ്ഞാൽ 100 മേനി അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. ആമേൻ. ഇസഹാക്ക് ആ ആണ്ടി വിതച്ചു, 100 മേനി കൊയ്തു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇസഹാക്ക് വിതയ്ക്കുന്നത് ഗെരാരിലാണ്. ഗെരാരിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ക്ഷാമമാണ്. സകല മനുഷ്യർക്കും ക്ഷാമമാണ്. പക്ഷേ ആത്മാവിൽ നടക്കുന്നവന് ക്ഷാമമില്ല. പ്രതികൂലങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോകുന്നതല്ല നിങ്ങളുടെ അനുഗ്രഹം, മറിച്ച് പ്രതിസന്ധികളെ തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടിരിക്കും. നിങ്ങളാരും പറയരുത്, ഞാനിങ്ങനെ പറയാം, പ്രതികൂല സാഹചര്യങ്ങളില്ലാതെ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. ക്ലൈമറ്റ് നോക്കിയാൽ ഒന്നും കിളുക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇസഹാക്ക് വിതച്ചു. തൻ്റെ വിത ദൈവത്തിൻ്റെ നാമത്തിലാണ് വീണത്. അതിനെ വളർത്തണമെന്നുള്ള കൃപ അത് ദൈവത്തിൻ്റെ പക്കൽ നിന്നും വെളിപ്പെട്ടു. ആ വിത്ത് നനയേണ്ടതിനുള്ള മഴ മഞ്ഞായി പെയ്തു. ആ വിത്ത് വളരേണ്ടതിനുള്ള വെയിൽ ആ ആകാശത്തുനിന്ന് കൊടുത്തു. അതിന് ഉള്ള സാഹചര്യങ്ങൾ മുഴുവനോ എന്ത് ചെയ്തു? അവൻ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാച് പിടിച്ചെന്നോ അവർ പിടിച്ചെന്നോ മന്ത്രവാദി നിന്റെ നന്മ തടഞ്ഞു വെച്ചെന്നോ നിങ്ങൾ പറയരുത്. എൻ്റെ നന്മയെ തടയാൻ ഒരു ക്ലൈമറ്റിനും കഴിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഒരു സ്വാതന്ത്ര്യം എൻ്റെ അനുഗ്രഹത്തിൻ്റെ മേലുണ്ട്. ഒന്നാമത്തെ ദൂത് അതാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ ദൂത്, അവൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും 100 മേനിയാണ്. 100 മേനിയാണ്. അതിൻ്റെ അർത്ഥം 30 മേനിയും 60 മേനിയും തിന്ന് തൃപ്തരായി ഇരിക്കരുത്. 100 ഉണ്ടെന്ന് വിശ്വസിക്കണം. സ്തോത്രം പറയും. പലരും 30-ലും 60-ലും ഒക്കെ ഒതുങ്ങി നിൽക്കുക. പക്ഷെ ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അത് 100 മേനിയാണ്. എന്താണോ നീ ദൈവരാജ്യത്തിന് കൊടുത്തത് അത് 100ആയി മാറിയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ അഭിഷേകത്തോടെ ഞാൻ കൈമാറുന്നു, ഒരു 100 മേനി ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും 100 മേനിയായിരിക്കും. അതുകൊണ്ട് 30-ലും 60-ലും തൃപ്തിപ്പെട്ടിരിക്കരുത്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറ, തൃപ്തിപ്പെട്ടിരിക്കല്ലേ 30-ലും 60-ലും. ഹല്ലേലൂയ. വലിയ കൊയ്ത്ത് നിങ്ങൾക്കുണ്ടാകാൻ. അടുത്ത ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. അവൻ്റെ അനുഗ്രഹങ്ങൾ കൃത്യസമയത്ത് വരുന്നു. റൈറ്റ് ടൈമിൽ വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃത്യസമയത്ത് നടക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ല, ചിലത് ചീഞ്ഞാണ് ചിലതിന് വളമാകുന്നത്. ഈ ചില പ്രതികൂലം വരുമ്പോൾ അതിൻ്റെ അകത്ത് മറച്ചിട്ടിരിക്കുന്ന പല ദൈവ പദ്ധതികളുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യോസേപ്പിനെ പൊട്ടക്കുഴിയിലേക്കിട്ട് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് തന്നെ അവനെ തകർത്ത് അവൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി കാണിച്ച
തൊട്ടുപുറകെ എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? കയറ്റാൻ വേണ്ടി തൻ്റെ സഹോദരന്മാർ തീരുമാനമെടുക്കുക. പെട്ടെന്ന് അവർ ചെയ്ത പ്രവൃത്തി തന്നെ നിർത്തിയിട്ട് മറ്റൊരു പ്രവൃത്തി ചെയ്തു. എന്തിനാണ്? അവനെ വിട്ടുകളഞ്ഞേക്കാം. സ്വത്ര കാര്യം ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു വരണം. ഞാൻ പറയാം, അതിന് കയറ്റാൻ ആ പഞ്ചായത്തിൽ ആരുമില്ല. ആരാണോ ഇട്ട അവരെ കൊണ്ട് തന്നെ ദൈവം കയറ്റിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്നെ തള്ളിയവരുടെ നടുവ് അവരെ കൊണ്ട് തന്നെ നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. കൃത്യസമയത്ത് വരും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യങ്ങളൊന്നും വായിക്കേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ആവർത്തനം 11:14, യോവേൽ 2:23, 25, ആവർത്തനം 28:12, സങ്കീർത്തനം 1:3. തക്ക സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-23 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പച്ചപ്പുഴവും വിട്ടിലും തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ പകരം നൽകുന്നു. സങ്കീർത്തനം 1:3 പറയുന്നു, തക്ക സമയത്ത് എന്ത് ചെയ്യുക? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുക. സ്തോത്രം പറഞ്ഞേ. അപ്പം നിങ്ങളുടെ വിടുതലുകളെല്ലാം കൃത്യസമയത്ത് നടക്കും. സഭയോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ഞാൻ പറയാം, നിങ്ങളുടെ വിടുതലുകൾ വൈകത്തില്ല, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വൈകത്തില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, അനുഗ്രഹം കൃത്യസമയത്ത് നടക്കട്ടെ. അടുത്ത ദൂത്. ഹല്ലേലൂയ. ഈ കാലാവസ്ഥ പരാജയവും ഹല്ലേലൂയ ദൈവത്തിൻ്റെ അല്ല. ഏത് കാലാവസ്ഥ പരാജയം ഒന്നും ദൈവത്തിൻ്റെ അല്ല. കാര്യം ഏത് ക്ലൈമറ്റ് പരാജയപ്പെട്ട വിഷയത്തിൻ്റെ അകത്തും ദൈവാത്മാവ് 100 മേനി വിളവിനെ തരും. സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയാം, സാഹചര്യം ക്ഷാമമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ക്ലൈമറ്റ് മോശമാണ് അല്ലേ? നിങ്ങൾക്കങ്ങനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഇല്ല. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പാസ്റ്റർമാർക്കെല്ലാം മടികെത്തി. ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചത് കോവിഡ് സമയത്താണ്. ഒരു ദിവസം 5 മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പല രാജ്യങ്ങളോട് ദൂതറിയിക്കാൻ ദൈവാത്മാവ് കൃപ നൽകി. ഞാൻ അഭിഷേകത്തോടെ പറയാം, ഏതു പ്രതികൂല സാഹചര്യമാണോ നിങ്ങൾക്കുള്ളത്, ഇത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ബൈബിൾ പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളായി മാറും അല്ലേ? അവർ തന്നിഷ്ടക്കാരായി മാറും. പക്ഷേ സഭ എന്ത് ചെയ്യും? ആ സമയത്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. ആ സമയമാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. ആ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ സഭയിൽ നടക്കുന്നത്. ലോകം എന്ത് പറയുന്നോ അതിന് നേരെ വിപരീതമായിരിക്കും സഭ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം പറയുന്ന അനുഗ്രഹങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. സ്തോത്രം. ഞാൻ അടുത്ത ദൂത് പറയാം, 4-ാമത്തെ ദൂത്. അനുഗ്രഹങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞേ, വർദ്ധിക്കും. ഹല്ലേലൂയ. വർദ്ധിച്ചു അവൻ ധനവാനായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർദ്ധിക്കണം, ശോഷിപ്പില്ല. സ്തോത്രം പറഞ്ഞേ. ശോഷിപ്പ് പിശാചിനെയാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെത് വർധനവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, എല്ലാ മേഖലയിലും വർധനവുണ്ടാകാൻ പോകുക. സഭയ്ക്കകത്തൊരു വർധനവിൻ്റെ അഭിഷേകത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ തുറക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, നിങ്ങളുടെ ജോലിക്കകത്ത്, നിങ്ങളുടെ സമ്പത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത്, നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത്, നിങ്ങളുടെ വീടിൻ്റെ സകല അറ്റ്മോസ്ഫിയറുകൾക്കകത്ത് ഒരു വർധനവുണ്ടാകാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞേ. വർദ്ധിക്കും. സ്തോത്രം പറഞ്ഞേ. അടുത്ത ലാസ്റ്റ്, ശത്രുക്കൾ അസൂയപ്പെടും. സ്തോത്രം പറഞ്ഞേ. ഇസഹാക്ക് മഹാധനവാനായി തീർന്നെന്ന് പറഞ്ഞ് അടുത്ത വാക്ക് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അവനെ കണ്ടിട്ട് ജാതികൾക്ക്, ഈ ഗരാരിൽ പാർക്കുന്ന സകല ജനത്തിനും അവനോട് എന്ത് ചെയ്തു? അസൂയ തോന്നി. സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിട്ടേക്കുന്ന ചുരിദാർ കണ്ടിട്ടല്ല അസൂയ തോന്നുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം കണ്ടിട്ട് ചിലർക്ക് അസൂയ തോന്നുന്നുണ്ട്. പലർക്കും അസൂയ തോന്നുന്ന നിലവാരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവാം. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഈ 1-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു ക്ലൈമറ്റ് അതിനെ പിടിച്ചു വെക്കത്തില്ല. 2-ാമത്തെ കാര്യം, 100 മേനിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് 30-ലും 60-ലും തൃപ്തിപ്പെട്ടിരിക്കല്. 3-ാമത്, കൃത്യസമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. 4,
ഹല്ലേലൂയ. അനുഗ്രഹം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും. 5, ശത്രുക്കൾ അസൂയപ്പെടും. ഈ 5 കാര്യങ്ങളാണ് ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷേകം ഒരാളുടെ മേൽ വീണാൽ ഇത് സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം ഒരാളെ കണ്ടാൽ, ഒരുവൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളി വന്നാൽ അവൻ്റെ ജീവിതം മുഴുവനും പലർക്കും അസൂയപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും വർദ്ധിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നോ അതാണ് നമ്മുടെ ജീവിതം.